ഹലോ എല്ലാവർക്കും ട്രൈ വിത്ത് ശ്രീ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്നാക്കാണ്, പൊട്ടറ്റോ ഫ്രൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോസാണ്. 2 മീഡിയം സൈസ് പൊട്ടറ്റോസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇത് എന്തായാലും ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാകമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി വെച്ച് പൊട്ടറ്റോ സോഫ്റ്റ് ആവുന്ന വരേക്കും വേവിക്കുക. ഓരോ പൊട്ടറ്റോയുടെയും വേവാൻ എടുക്കുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കൊരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് അത്യാവശ്യം സോഫ്റ്റ് ആയത്. ഇനി പൊട്ടറ്റോ എല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് മാറ്റി കോരി എടുത്ത് വേറെ സൈഡിലോട്ട് വയ്ക്കുക. ഇനി ഇത് നമ്മൾ ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷറോ വെച്ച് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇത് മാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലോർ നമ്മളൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ബൈൻഡ് ചെയ്തിരിക്കാൻ വേണ്ടി, എല്ലാം കൂടി ഒന്ന് ബൈൻഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് മുരുമുരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര 1-2 സ്പൂൺ ചേർക്കാം. ഇത് നന്നായി കുഴച്ചതാണ്ട് ഈ ഒരു പരിവാകുന്ന വരയ്ക്ക് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് പരത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ തൂവിയിട്ട് നമ്മൾ ഈ കുഴച്ചെടുത്ത മാവ് നന്നായി പരത്തിയെടുക്കുകയാണ്. വല്ലാണ്ട് കട്ടി കുറയേണ്ട, വല്ലാണ്ട് കട്ടി കൂടുകയും വേണ്ട. ഇത് പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഒരു സ്കെയിലോ അല്ലെങ്കിൽ കയ്യിലോ കത്തിയോ എന്താ വെച്ചാൽ വെച്ച് എഡ്ജസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാണ് പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഡയഗണലായിട്ട് നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ട്രൈ വിത്ത് ഷീ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ട ഇതുപോലെ നമ്മൾ ഡയഗണലായിട്ട് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടും കട്ട് ചെയ്ത് നമ്മൾ ഓരോ പീസസും എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇതുപോലൊരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും ഓരോ പീസസും. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഓരോ പീസാക്കി വെച്ചത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് നന്നായി എണ്ണ ചൂടായിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഞാൻ ആദ്യം ഇട്ടപ്പോൾ അത്ര എണ്ണ ചൂടായില്ലായിരുന്നു. ഇതൊന്ന് ആദ്യത്തെ ഒരു പീസ് ഇട്ടിട്ട് അത് നന്നായി ഫ്രൈ ആയി പൊന്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ പീസസും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു പരിവെന്ന് പറയുമ്പോൾ ഓരോന്ന് പീസസ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ ഓരോ പീസസ് ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ പരിവെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഫ്ലെയിം കറക്റ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് നല്ലോണം ഉള്ളതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറായി വരുമ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വറുത്ത് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. പൊട്ടറ്റോ സാധാരണ പൊട്ടറ്റോ കുർക്കുറേ പോലെയുള്ള സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ ഡിഷസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടും കഴിച്ചിട്ടുണ്ടായിരിക്കുക. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ഇതിന് മുകളിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.